നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള വസ്തു എന്താ? നിങ്ങളുടെ പണമാണോ? നിങ്ങളുടെ വീടാണോ? നിങ്ങളുടെ ബിസിനസ്സാണോ? നോ, നിങ്ങളുടെ ശ്രദ്ധ. കാരണം നിങ്ങളുടെ പണം നഷ്ടപ്പെട്ടാൽ വീണ്ടും ഉണ്ടാക്കാം. പക്ഷേ നിങ്ങളുടെ ജീവിതത്തിലെ 1 മണിക്കൂർ എവിടെയെങ്കിലും പോയാൽ അതൊരിക്കലും തിരികെ ലഭിക്കില്ല. ഇനിയൊരു ചോദ്യം, ആ 1 മണിക്കൂറിൽ നിങ്ങളുടെ ശ്രദ്ധ എവിടേക്ക് പോകണമെന്ന് തീരുമാനിച്ചത് നിങ്ങളാണോ അതോ മറ്റാരെങ്കിലുമാണോ? നിങ്ങൾ ഫോൺ തുറക്കുന്നു, ഒരു മെസ്സേജ് നോക്കാനായിരുന്നു തുറന്നത്, അടുത്തായി ഒരു വീഡിയോ കണ്ടു, പിന്നെ മറ്റൊന്ന്, പിന്നെ ഒരു വാർത്ത, പിന്നെ ഒരു അഡ്വർടൈസ്മെൻറ്റ്. 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നിങ്ങൾ ആദ്യം ഫോൺ എടുത്തത് എന്തിനാണെന്ന് പോലും മറന്നുപോയി. ഇത് ഡിസിപ്ലിൻ ഇല്ലാത്തതിൻ്റെ കഥ മാത്രമല്ല, നമ്മുടെ കണ്ണും ചെവിയും ശ്രദ്ധയും പിടിച്ചു നിർത്താൻ അത്യധികം സോഫിസ്റ്റിക്കേറ്റഡ് ആയ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെയാണ് പുരാതന യോഗ പാരമ്പര്യത്തിലെ വളരെ കൗതുകകരമായ ഒരു ആശയം എനിക്ക് പ്രസക്തമായിട്ട് തോന്നുന്നത്. പ്രത്യാഹാര വലിയ സംസ്കൃത പദമാണ്, പക്ഷേ ഇതിൻ്റെ പ്രായോഗിക ആശയം വളരെ മനോഹരമാണ്. നമ്മുടെ ഇന്ദ്രിയങ്ങൾ പുറത്തുള്ള ഓരോ ഉത്തേജനത്തിൻ്റെയും പിന്നാലെ ഓടുന്നതിന് പകരം ആ ശ്രദ്ധയെ ബോധപൂർവം തിരിച്ചെടുക്കാനുള്ള പരിശീലനം. ലളിതമായി പറഞ്ഞാൽ, കാണാൻ കഴിയുന്നതെല്ലാം നോക്കേണ്ടതില്ല, കേൾക്കാൻ കഴിയുന്നതെല്ലാം കേൾക്കേണ്ടതില്ല, നിങ്ങളുടെ ശ്രദ്ധ ആവശ്യപ്പെടുന്ന എല്ലാവർക്കും അത് കൊടുക്കേണ്ടതുമില്ല. ഇതാണ് പ്രത്യാഹാരത്തിൽ നിന്ന് ഇന്നത്തെ മനുഷ്യനെടുക്കാൻ പറ്റുന്ന ഏറ്റവും ശക്തമായ തന്ത്രം. പുരാതന കാലത്ത് ഒരു മനുഷ്യൻ്റെ മുന്നിലൂടെ കടന്നു പോകുന്ന വിവരങ്ങളുടെ അളവ് പരിമിതമായിരുന്നു. ഇന്ന് നിങ്ങളുടെ പോക്കറ്റിൽ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ ലോകത്തിലെ വാർത്തകൾ, വീഡിയോകൾ, റീൽസ്, മെസ്സേജസ്, അഡ്വർടൈസ്മെൻറ്റ്, ആർഗ്യുമെൻറ്റ്സ്, എൻ്റർടൈൻമെൻറ്റ് എല്ലാം. പ്രശ്നം ഇൻഫർമേഷൻ ഉണ്ടെന്നുള്ളതല്ല, നിങ്ങളുടെ നെർവൽ സിസ്റ്റത്തിന് എന്തിനാണ് പ്രവേശനം നൽകേണ്ടത് എന്ന് തീരുമാനിക്കാതെ ജീവിക്കുന്നതാണ്. ഇപ്പോൾ തന്നെ ഒരു ചെറിയ പരീക്ഷണം നടത്തി നോക്കാം. അടുത്തുള്ള ഏതെങ്കിലും ഒരു ശബ്ദം ഒന്ന് ശ്രദ്ധിക്കുക. ഫാൻ്റെ സൗണ്ട് ആയിരിക്കും, AC-യുടെ സൗണ്ട് ആയിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും വാഹനങ്ങളുടെ ശബ്ദമായിരിക്കും. 2 സെക്കൻഡ് അതിലേക്ക് മാത്രം ശ്രദ്ധ കൊടുക്കുക. ഇപ്പോൾ ആ ശബ്ദത്തിൽ നിന്ന് ശ്രദ്ധ മാറ്റി നിങ്ങളുടെ ശ്വാസത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുവരാം. ശ്രദ്ധിച്ചോ? പുറത്തെ ശബ്ദം നിർത്തിയിട്ടില്ല, പക്ഷേ നിങ്ങളുടെ ശ്രദ്ധയുടെ ദിശ മാറി. ഇതാണ് പ്രധാനപ്പെട്ട കാര്യം. ലോകത്തെ മുഴുവൻ നിശബ്ദമാക്കിയിട്ടല്ല നമ്മുടെ ഫോക്കസ് ഉണ്ടാക്കേണ്ടത്. ശബ്ദമുള്ള ലോകത്തിനുള്ളിൽ ശ്രദ്ധ തിരിച്ചു കൊണ്ടുവരാൻ പഠിക്കുകയാണ് വേണ്ടത്. മോഡേൺ സൈക്കോളജിയിൽ ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാവുന്ന ഒരു ആശയമാണ് അറ്റൻഷൻ കൺട്രോൾ. ലളിതമായി പറഞ്ഞാൽ, ശ്രദ്ധ എവിടെ നിർത്തണം, എവിടെ നിന്ന് മാറ്റണം എന്നതിൽ ഒരു പരിധി വരെ ബോധപൂർവം നിയന്ത്രണം വികസിപ്പിക്കുന്ന കഴിവ്. മറ്റൊരു പ്രധാന ആശയമാണ് സാലിയൻസ്. നമ്മുടെ ചുറ്റുമുള്ള പല കാര്യങ്ങളിൽ നിന്ന് ഏതൊക്കെയാണ് പ്രധാനപ്പെട്ടതായി തോന്നി ശ്രദ്ധ പിടിച്ചെടുക്കുന്നത് എന്നതുമായി ബന്ധപ്പെട്ട ഒരാശയം. ഒരു നോട്ടിഫിക്കേഷൻ സൗണ്ട്, നിങ്ങളുടെ പേര് ആരെങ്കിലും ഒന്ന് പറയുന്നത്, ഒരു ചുവന്ന വാണിംഗ്, പെട്ടെന്നുള്ളൊരു മൂവ്മെൻറ്റ്, ഇവ ശ്രദ്ധ പിടിച്ചെടുക്കാം. അത് മനുഷ്യൻ്റെ സർവൈവലിന് ആവശ്യമായ സംവിധാനത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ ഇന്നത്തെ ലോകത്ത് അതേ സംവിധാനം കൊമേഴ്ഷ്യൽ അറ്റൻഷൻ ഇക്കോണമി ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. നോട്ടിഫിക്കേഷൻ, ബ്രേക്കിംഗ് ന്യൂസ്, ലിമിറ്റഡ് ഓഫർ, ഒരു ഷോക്കിംഗ് തംബ്നെയിൽ, ഒരു നമ്മളെ പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിൽ ഒരു ഹെഡ്ലൈൻ, എല്ലാം അടിസ്ഥാനപരമായി നിങ്ങളോട് ഒരു കാര്യം ചോദിക്കുകയാണ്: നിങ്ങളുടെ ശ്രദ്ധ എനിക്കെത്താ. അപ്പോൾ പീക്ക് പെർഫോമൻസ് ആഗ്രഹിക്കുന്ന ഒരാൾ ചോദിക്കേണ്ട ഒരു പുതിയ ചോദ്യം ഇതാണ്: എനിക്ക് സമയം ഉണ്ടോ എന്നുള്ളത് മാത്രമല്ല, എൻ്റെ ഏറ്റവും മികച്ച ശ്രദ്ധ ഞാൻ ആർക്കാണ് കൊടുക്കുന്നത്? ഒരു CEO രാവിലെ എഴുന്നേറ്റ ഉടനെ 20 വാട്സപ്പ് മെസ്സേജ് പോയി, അതിനുശേഷം ഇമെയിൽ, പിന്നെ ന്യൂസ്, പിന്നെ സോഷ്യൽ മീഡിയ. 9 മണിക്ക് അയാൾ ഓഫീസിലെത്തി, ശരീരം ഓഫീസിലുണ്ട്, പക്ഷേ അയാളുടെ മനസ്സിൻ്റെ ഡയറക്ഷൻ ഇതിനകം 20 ആളുകൾ തീരുമാനിച്ചു കഴിഞ്ഞു. അതേസമയം മറ്റൊരു മനുഷ്യൻ ലോകത്തെ ഒഴിവാക്കുന്നില്ല, ഫോൺ ഉപേക്ഷിക്കുന്നുമില്ല, പക്ഷേ ഒരു വ്യത്യാസമുണ്ട്: എപ്പോൾ ലോകത്തെ അകത്തേക്ക് പ്രവേശിപ്പിക്കണമെന്ന് അയാൾ തീരുമാനിക്കുന്നു. അതാണ് പ്രത്യാഹാരത്തെ ഇന്നത്തെ പ്രൊഫഷണൽ ലൈഫിലേക്ക് കൊണ്ടുവരുമ്പോൾ എനിക്ക് ഏറ്റവും ശക്തമായി തോന്നുന്ന ഇൻ്റർപ്രിട്ടേഷൻ. നമ്മളെ കോട്ട സൃഷ്ടിക്കുക എന്നുള്ളതല്ല, സെലക്റ്റീവ് ആക്സസ്. ലോകത്തിൽ നിന്ന് ഓടിപ്പോവുകയല്ല, നിങ്ങളുടെ മനസ്സിലേക്കുള്ള വാതിലിനൊരു കാവൽക്കാരനെ നിർത്തുകയാണ്. പേഴ്സണൽ മെൻറ്ററിങ്ങിൽ ഒരാളുടെ പെർഫോമൻസ് നോക്കുമ്പോൾ അയാൾക്ക് എത്ര അറിവുണ്ട് എന്നത് മാത്രം നോക്കിയാൽ പോരാ. അയാളുടെ ശ്രദ്ധ ദിവസവും എവിടെയാണ് ചിതറിപ്പോകുന്നത്, ഏത് ഇൻപുട്ടാണ് അയാളുടെ എനർജിയെ മാറ്റുന്നത്, ഏത് ആളുകളാണ് അയാളുടെ ഇമോഷണൽ സ്റ്റേറ്റിനെ നിയന്ത്രിക്കുന്നത്, ഏത് ഡിജിറ്റൽ ഹാബിറ്റ്സാണ് ഡീപ്പ് വർക്ക് ചെയ്യാൻ അയാളുടെ ശേഷിയെ തകർക്കുന്നത്. ഇവ ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിൽ വ്യത്യസ്തമാണ്. അതുകൊണ്ട് ചിലപ്പോൾ പ്രൊഡക്ടിവിറ്റി കൂട്ടാനുള്ള ഏറ്റവും വലിയ വഴി കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പഠിപ്പിക്കുകയല്ല, അനാവശ്യമായ കാര്യങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലേക്കുള്ള പ്രവേശനം കുറക്കുകയാണ്. ഇന്ന് ഫോൺ ഓഫ് ചെയ്യാനോ സോഷ്യൽ മീഡിയ ഡിലീറ്റ് ചെയ്യാനോ ഒന്നും ഉപേക്ഷിക്കേണ്ട. ഒരു ചെറിയ തന്ത്രം മാത്രം. അടുത്ത തവണ ഒരു നോട്ടിഫിക്കേഷൻ വന്നാൽ ഉടനെ തുറക്കുന്നതിന് മുമ്പ് 2 സെക്കൻഡ് മാത്രം ഒന്ന് ചോദിക്കാം: ഇപ്പോൾ എൻ്റെ ശ്രദ്ധ എവിടെ പോകണമെന്ന് തീരുമാനിക്കുന്നത് ആരാണ്? അത്രമാത്രം. നോട്ടിഫിക്കേഷൻ തുറക്കണമെങ്കിൽ പിന്നീട് തുറക്കാം, പക്ഷേ ആ 2 സെക്കൻഡിൽ നിങ്ങളൊരു വലിയ അധികാരം പിടിച്ചെടുക്കുകയാണ്, നിങ്ങളുടെ ശ്രദ്ധയുടെ ഉടമസ്ഥാവകാശം. അടുത്ത എപ്പിസോഡിൽ നമ്മൾ ഇന്ദ്രിയങ്ങളിൽ നിന്ന് കൂടുതൽ അകത്തേക്ക് പോവുകയാണ്. മനസ്സിനെ നിയന്ത്രിക്കാൻ
ശ്രമിക്കുന്നതിന് മുമ്പ് പുരാതന മനുഷ്യൻ ശ്രദ്ധിച്ച മറ്റൊരു വാതിൽ, നിങ്ങൾ ജനിച്ച നിമിഷം മുതൽ ഉറങ്ങുമ്പോഴും ജോലി ചെയ്യുമ്പോഴും ദേഷ്യപ്പെടുമ്പോഴും ഭയപ്പെടുമ്പോഴും നിങ്ങളോടൊപ്പമുള്ള ഒരു സംവിധാനം, നിങ്ങളുടെ ശരീരം മനസ്സിൻ്റെ വാഹനം മാത്രമാണോ, അതോ നിങ്ങളുടെ തീരുമാനങ്ങളും വികാരങ്ങളും പ്രകടനശേഷിയും മാറ്റാൻ കഴിയുന്ന ഒരു ഇൻഫർമേഷൻ സിസ്റ്റമാണോ? അടുത്ത എപ്പിസോഡിൽ പുരാതന ബോഡി അവയർനെസ് പരിശീലനങ്ങളും മോഡേൺ സയൻസിൽ ഇൻട്രോസെപ്ഷൻ എന്ന അതിശയകരമായ ആശയവും തമ്മിലുള്ള ബന്ധത്തിലേക്ക് നമുക്ക് പോകാം.